അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കഹ്ഫ് നമ്മൾ തജ്വീദ് സഹിതം പാരായണം ചെയ്തു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും തന്നെ നന്നായിട്ട് ഓതാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 48 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി. അൽഹംദുലില്ലാഹ്. നമുക്ക് ഇന്ന് 49ാമത്തെ ആയത്ത് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. 49ാമത്തെ ആയത്തിന്റെ തജ്വീദ് നിയമം ഒന്ന് നോക്കാം. വാവ് ചുണ്ട് സർക്കിൾ ആക്കിക്കൊണ്ട് വേണം ഉച്ചരിക്കാനായിട്ട് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഐൻ തൊണ്ടയുടെ അക്ഷരം ആ കറക്റ്റ് ഐന് ഉച്ചരിക്കുക കേട്ടോ. ഉയർത്തി പറയുന്ന അക്ഷരാണ് അല്ലേ. കിതാബു രണ്ടനക്ക് അവിടെ നീട്ടി കൊടുക്കുക കേട്ടോ. സാധാരണ മദ്ദാണ്, മദ് അസ്ലി. കിതാബു ഫതറൽ മുജ്രിമീന. ഫതറൽ റോന്റെ അടുത്ത് ഒരു മദ് വന്നിട്ടുണ്ട് അല്ലേ. ഒരു മദ് ഉണ്ട്, റോന്റെ അടുത്ത് ഒരു മദ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളവിടെ നീട്ടി ഓതില്ല. കാരണം ഹംസത്തുൽ വസലിന് മുന്നേ മദ്ദക്ഷരങ്ങൾ വന്നാൽ നീട്ടില്ല, പകരം കൂട്ടിച്ചേർത്ത് ഓതി പോവുക ചെയ്യാം. ഹംസത്തുൽ വസലിന്റെ മുന്നേ മദ്ദക്ഷരങ്ങൾ വന്നാൽ നീട്ടില്ല, കൂട്ടിച്ചേർത്ത് ഓതി പോവും. അപ്പം എങ്ങനെ ഇവിടെ ഓതുക? ഫതറൽ മുജ്രിമീന. ഓക്കെ, ഫതറൽ മുജ്രിമീന. മുജ് ജീമിന് സുക്കൂനുണ്ട്, അപ്പോൾ ഫുള്ള് സുക്കൂന് കൊടുക്കണം കേട്ടോ. മുജ് കാരണം ജീമ് കൽക്കലയുടെ ലെറ്ററാണ്. ജീമ് കൽക്കലയുടെ ലെറ്റർ ആയതിനാൽ അവിടെ ഫുൾ സുക്കൂന് കൊടുക്കണം. മുജ്രിമീന എന്ന് ഓതണം കേട്ടോ. മുജ്രിമീന. മീമിന് ശേഷം യാ മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക. മുഷ്ഫിഖീന. മുഷ് ഷിന്ന് സുക്കൂനുണ്ട്, ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി. മുഷ്. ഓക്കെ, മുഷ്ഫിഖീന. ഇതിന് ശേഷം യാ മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക. മുഷ്ഫിഖീന മിമ്മാ. മുഷ്ഫിഖീന മിമ്മാ. മിമ്മാ. മീമിൻ്റെ മുകളിൽ ശ്രദ്ധ വന്നാൽ നന്നായിട്ട് മണിക്കണം എന്നുള്ളത് നമുക്കറിയാം അല്ലേ. മീമിൻ്റെ മുകളിലും നൂനിൻ്റെ മുകളിലും ശ്രദ്ധ വന്നാൽ നന്നായിട്ട് മണിക്കണം. അപ്പോൾ ഇവിടെ മീമിനെ നന്നായിട്ട് മണിച്ചൊടുക്കുക, രണ്ടനക്കം നീട്ടുകയും ചെയ്യാം. മിമ്മാ. ഫീഹി. ഫിന് ശേഷം യാ മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ഫീഹി വയഖൂലൂന. വയഖൂലൂന ഇവിടെയൊക്കെ സാധാരണ മദ്ദാണ് വന്നിട്ടുള്ളത്, അപ്പോൾ രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക. വയഖൂലൂന യാ വൈലതന. യാ വൈലതന ഇവിടെയും രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക. യാ വൈ. വൈ യാന് സുക്കൂനുണ്ട്, ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. വൈ. ഓക്കെ, വൈലതന. നൂനിന് അലിഫ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക. മാലി ഹാദൽ. മാലി മീമിനെ രണ്ടനക്കം നീട്ടി കൊടുക്കുക. മാലി. ഹാദൽ. ഹാൻ്റെ ഉള്ളിൽ അലിഫ് വന്നിട്ടുണ്ട് അല്ലേ. അലിഫ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ഇവിടെ നോക്കൂ, ഇവിടെയും അലിഫ് വന്നിട്ടുണ്ട്, പക്ഷെ അവിടെ നീട്ടില്ല. കാരണം എന്താ? ഹംസത്തുൽ വസലിൻ്റെ മുന്നേ നീട്ടുന്ന മദ്ദക്ഷരങ്ങൾ വന്നാൽ നീട്ടില്ല, കൂട്ടിച്ചേർത്ത് ഓതിപ്പോവും. അപ്പം എങ്ങനെ ഓതും? ഹാദൽ കിതാബി. ഓക്കെ, ഹാദൽ കിതാബി. ലാ യുഗാദിറു. ലാ യുഗാ. ഗൈനാണ് തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്നും വരുന്ന അക്ഷരം ഗൈൻ. രണ്ടനക്ക് നീട്ടി കൊടുക്കുക കേട്ടോ. യുഗാദിറു. യുഗാദിറു സഗീറതൻ. ഇവിടെയും ഗൈനാണ്, ഗൈന് കിസ്ര വന്നിട്ടുണ്ട്, യാ മദ്ദും വന്നിട്ടുണ്ട്. സഗീ രണ്ടനക്ക് നീട്ടി കൊടുക്കുക. സഗീറതൻ. സഗീറ. റ എന്ന് ഉച്ചരിക്കരുത്, റോ. സഗീറ.
സഗീറതൻ വ സഗീറതൻ വ തൻവീനു ശേഷം വാവ് വന്നാൽ സക്കിനായ നൂനിനോ തൻവീനോ ശേഷം വാവ് വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. ഇവിടെ ഒരു നിയമവും നമ്മൾ പഠിച്ചു. ഇദ്ഗാം ബിഉന്ന മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതുക. വല വല രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. വല കബീറതൻ വല കബീറതൻ തൻ തൻ്റെ മുകളിൽ ഫത്ഹ വന്നിട്ടുള്ളത് രണ്ടും ഒരുമിച്ചാണ് അല്ലേ. ഇവിടെ നമ്മൾ ഇൽഹാർ ചെയ്യണം. ഇൽഹാർ ചെയ്യാന്ന് പറഞ്ഞാൽ വ്യക്തമാക്കി തൻ എന്ന് വ്യക്തമാക്കി ഓതുക. ഇല്ല ഇല്ല അഹ്സാഹ ഇവിടെ വന്നിട്ടുള്ള നിയമം ഏതാണ്? മദ് മുൻഫസിലാണ്. ഒരു പദത്തിൽ മദ് വന്നു, മറ്റൊരു പദത്തിൽ ഹംസ വന്നു. മദ് മുൻഫസിൽ 4 അനക്കം വരെ നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ഇല്ല അഹ്സാഹ ഇല്ല അഹ്സാഹ. ഓക്കെ, ഇവിടെ നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. നിർത്താം, ജീമ നിർത്തുകയും ചെയ്യാം, കൂട്ടിച്ചേർത്ത് ഓതി പോവുകയും ചെയ്യാം. നമുക്കവിടെ നിർത്തണമെങ്കിൽ നിർത്താം, കൂട്ടിച്ചേർത്ത് ഓതി പോവുകയും ചെയ്യാം. ഓക്കെ, നിർത്തുമ്പം രണ്ടനക്കം നീട്ടിയിട്ട് വേണം കേട്ടോ നിർത്താൻ. ഓക്കെ, അഹ്സാഹ അഹ് ഇന് സുക്കൂനുണ്ട്, ഹാഫ് സുക്കൂന് കൊടുക്കണേ. അഹ് അഹ്സാഹ അഹ്സാഹ ഇല്ല അഹ്സാഹ. ഓക്കെ, ഇല്ല അഹ്സാഹ. അപ്പോൾ എന്ത് ചെയ്യാം? ഇവിടെ മദ് മുൻഫസിലാണ് വന്നിട്ടുള്ളത്. 4 അനക്കം വരെ നീട്ടി ഓതാം. ഇല്ല അഹ്സാഹ ഇല്ല അഹ്സാഹ. ഓക്കെ, വവജദു വവജദു വ മദ് വന്നിട്ടുണ്ട് ദാലിൻ്റെ കൂടെ. അവിടെ രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. വവജദു മാ അമിലു ഇവിടെയും തന്നെ മാ അമിലു ഇവിടെയൊക്കെ രണ്ടനക്കം നീട്ടുന്ന സാധാരണ മദ്ദുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ. മാ അമിലു. ഹാദിറോ ഹാദിറോ ഇവിടെ ഖിലയാണ്. ഇവിടെ നിർത്തുന്നതാണ് ഏറ്റവും ഉത്തമം. ഹാദിറോ എന്ന് പറഞ്ഞ് രണ്ടനക്കം നീട്ടി നിർത്തുന്നതാണ് ഏറ്റവും ഉത്തമം കേട്ടോ. വല യദ്ലിമു വല യദ്ലിമു ഇവിടെ ലോ വന്നിട്ടുണ്ട്, ലോന് സുക്കൂനുണ്ട്. അപ്പം നമ്മളവിടെ ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. യദ്ലിമു യദ്ലിമു. ഓക്കെ, റബ്ബുക അഹദ റബ്ബുക റബ്ബുക പറയരുത് കേട്ടോ. റബ്ബുക ഇനി ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിച്ചു കൊടുക്കുക. റബ്ബുക കാഫിനെ ഒരു ചെരിവും കൊടുക്കുക. ഓക്കെ, റബ്ബുക അഹദ അവസാനത്തിൽ അലിഫിലാണ് നിർത്തുന്നത്. രണ്ടനക്കം നീട്ടി ഓതി നിർത്തുക കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.